ഏത് പ്രയാസമുണ്ടെങ്കിലും, എത്ര വലിയ രോഗമുണ്ടെങ്കിലും, ദുഃഖമാണെങ്കിലും, താങ്ങാൻ കഴിയാത്ത വേദനയാണെങ്കിലും അല്ലാഹുവിനെ സ്തുതിക്കാൻ ഒരു മനസ്സ് വേണോ? അല്ലാഹുവിനെ സ്തുതിക്കാൻ ഒരു മനസ്സ് വേണോ? ഇല്ലാ യലമൽ ജസാ മഅയലമൽ ബലാ. ഈ ഹദീസ് അങ്ങ് ഹൃദയത്തിന്റെ അകത്ത് എഴുതി വെച്ചാ മതി. കോടികളുടെ നഷ്ടമുണ്ടായാൽ നീ അല്ലാഹുവിനെ കുറ്റപ്പെടുത്തൂല. നീ പറയും അൽഹംദുലില്ലാഹ്. ക്യാൻസർ വന്നാലും അൽഹംദുലില്ലാഹ്, ജോലി നഷ്ടപ്പെട്ടാലും അൽഹംദുലില്ലാഹ്, കടം വന്നാലും അൽഹംദുലില്ലാഹ്, ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത എത്ര വലിയ പ്രയാസമുണ്ടായാലും അൽഹംദുലില്ലാഹ്. അതിന്റെ കാരണം എന്തെന്നറിയോ? വാപ്പാ, ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ട്, ഒരു കയറ്റം കഴിഞ്ഞാ ഒരിറക്കമുണ്ട്. അല്ലാഹു നിനക്ക് പരീക്ഷണം തന്നിരിക്കുന്നത് നിനക്കെന്തോ നല്ലത് വരാൻ പോകുന്നതിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ദുഃഖവും ദുരിതവുമില്ലാത്ത ആരുമില്ല, ദുഃഖവും ദുരിതവുമില്ലാത്ത ആരുമില്ല. അൽഹംദുലില്ലാ പറ. അത് പറയാൻ തോന്നണമെങ്കിൽ റസൂലുള്ള പറഞ്ഞു, ഒരു ദുഃഖം കഴിഞ്ഞാ ഒരു സന്തോഷമുണ്ട്, ഒരു കയറ്റം കഴിഞ്ഞാ ഒരിറക്കമുണ്ട്. അല്ലാഹു നിനക്ക് ദുഃഖം തന്നിരിക്കുന്നത് നിനക്കെന്തോ നല്ലത് വരാൻ പോകുന്നതിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ്